ജീവിതത്തിന്റെ പച്ചപ്പ് തേടി മണലാരണ്യത്തിൽ പ്രവാസി ജീവിതം നയിക്കുന്നവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ടവകാശം നൽകാൻ UPA സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക ചാർട്ടർ വിമാനം വോട്ട് ചെയ്യാൻ എത്തുന്നവർക്കായി KMCC ഒരുക്കിയത്. പുലർച്ചെ 5 മണിയോടെ കരിപ്പൂരിലെത്തിയ വിമാനത്തിൽ സ്ത്രീകളടക്കം 166 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അവരുടെ ഒരു വലിയ ആഗ്രഹപ്രകാരം അവർ സ്വന്തം ടിക്കറ്റ് പൈസ മുടക്കിക്കൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇവിടെ വന്ന് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. നാട്ടിലെത്തിയ വോട്ടർമാരിൽ പലർക്കും ജീവിതത്തിൽ ആദ്യമായാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരം ലഭിക്കുന്നത്. 610 ദിർഹം വീതം നൽകിയാണ് ഓരോരുത്തരും ഇതിനായി ചാർട്ടർ വിമാനത്തിൽ സീറ്റ് ഉറപ്പിച്ചത്. ഒരാഴ്ച മുതൽ 1.5 മാസം വരെ ശമ്പളരഹിത അവധി നേടിയെത്തിയ ഇവർക്ക് മൈലുകൾക്കകലെയായിരുന്നെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. UDF ഗവൺമെന്റിനെ അധികാരത്തിൽ വരുത്താൻ വേണ്ടി ഇപ്പൊ നിലവിലുള്ള അച്യുതാനന്ദ ഗവൺമെന്റ് പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടാൻ വേണ്ടി UDF സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയാണ്. പ്രവാസികളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ച UDF ഗവൺമെന്റ് കേരളത്തിൽ വരണമെന്നുള്ള പ്രത്യേക താല്പര്യപ്രകാരമാണ് പ്രവാസികൾ കൂട്ടമായി ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഈ വിധത്തിൽ പ്രവാസികളായ വോട്ടർമാർക്ക് വേണ്ടി ഒരു ചാർട്ടർ വിമാനം സർവീസ് നടത്തുന്നത്. തങ്ങളെ കൂടാതെ ആയിരക്കണക്കിന് പേർ ഒറ്റയ്ക്കും കൂട്ടമായും തിരഞ്ഞെടുപ്പ് ദിവസത്തിന് മുമ്പ് സംസ്ഥാനത്തെത്തുമെന്ന് ഇവർ പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവാസികൾ വോട്ട് ചെയ്യാനായി കേരളത്തിലേക്ക് എത്തിയാൽ വിവിധ മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലിനെയാകും അത് മാറ്റിമറിക്കുക. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറമാൻ ജിത്തുവിനൊപ്പം R. രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്.